അമ്മ സൂക്ഷിച്ചു കൊണ്ടൊക്കെ പോണേ എന്നെ അടിച്ച് വീഴല്ലേ ഡയലോഗ് അടിച്ചിട്ട്. സൂക്ഷിച്ചോളാം. അളിയാ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ അയ്യപ്പൻ കോവില് ഗണപതി ഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ പ്രസാദം കിട്ടും. പിന്നെ എള്ള് പായസവും കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാലഭദ്രകാളി ക്ഷേത്രം കുറച്ചപ്പുറത്ത് അവിടെ ആണെങ്കില് കടും പായസം. അളിയാ അതിങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലേ പെരുത്തങ്ങോട്ടം കയറി ക്ലച്ചനെ. പിന്നെ സീതാ പോയി. എന്താടാ നമ്മുടെ കൃഷ്ണൻ അമ്പലം ഉണ്ടല്ലോ ഇവിടെ, കൃഷ്ണൻ കോവില് നല്ല സൂപ്പർ ആയിട്ടുള്ള പാൽ പായസം കിട്ടും. ഇങ്ങ് ബാ, പറന്ന് ബാ. പാൽ പായസം എന്നൊക്കെ പറഞ്ഞാ എനിക്ക് കിട്ടിയ ഞാൻ ഒരു 5-6 ഗ്ലാസ് എടുത്ത് കുടിക്കും. നല്ലത്. ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കും. അതും തന്ന വീടിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിന്റെ അളവ് വരെ ഈ ക്ലാപ്പിന് കൃത്യമായിട്ടാണ്. അമ്പലത്തിൽ പോകുന്ന തന്നെ പ്രസാദം കഴിക്കാൻ വേണ്ടിട്ടാണോ? ശിവ, നീ എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യല്ലേട്ടോ. പോവാണെങ്കിൽ പാഴൂർ അമ്പലത്തിൽ പോണം. അവിടെ ചെന്ന് കേറുമ്പോ തന്നെ എന്തൊരു ഐശ്വര്യാന്നറിയാവോ? നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പാഴൂർ അമ്പലത്തിൽ പോയിട്ട് കൊറേ നാളായല്ലേ? കൊറേ നാളായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ വെളുപ്പിനെ അങ്ങ് പോവാം. 4 മണിക്ക് നിർമ്മാല്യം തൊഴുന്നിട്ട് പോരാ. പൊന്നെ അറിയാതെ പറഞ്ഞതാ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പൊക്കോളാം. അതെ, നമ്മുടെ അവിടെ ഒരു ഭദ്രകാളിയുടെ അമ്പലമുണ്ട്. വലിയ അമ്പലമാണ്. സിദ്ധു ഒക്കെ ചെറുതിലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തില്ല, എന്നും പൊക്കോണ്ടിരുന്ന. ഇപ്പൊ വലുതായപ്പോഴത്തേക്കിനും അമ്പലത്തിലും പോകണ്ട, ഒരു പ്രാർത്ഥനയില്ല. അച്ഛമ്മയുടെ കൂടെ കൂടി മടി പിടിച്ച്. അമ്മൂമ്മേ, ചിങ്ങം ഒന്നായി. ഇപ്പൊ ഓണം അങ്ങ് എത്തത്തില്ലേ? ഇപ്പൊ എന്തോന്ന് ഓണം വരുന്നതും പോകുന്നതും അറിയത്തില്ല. കഴിഞ്ഞ ഓണം വന്നത് കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നിപ്പോകും. ഓണത്തിന്റെ അവധിക്ക് നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകണ്ടേ? കുഴിപ്പണം പടാവല്ലോ, അല്ലാതെ അവിടെ പോവാനാ? അത് കൊച്ചു പറഞ്ഞത് കറക്റ്റ്. അല്ലെങ്കിലും ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട് വിട്ട് പോവല്ല വേണ്ടത്. നാട്ടിൽ നിന്ന് ഈ ഭംഗിയൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചും അങ്ങനെ അങ്ങിരിക്കണം. ഇത് രസമാ. അതാണ്. அப்படின்னா நான் ஒண்ணு சொல்லட்டா, நம்மளுக்கு திருவோணம் முடிச்சதுக்கு அப்புறம் எல்லாருமா சேர்ந்து மதுரைக்கு போலாமா? என்ன எல்லாரும் பேசாம முடிச்சிட்டு பாக்குறீங்க? എപ്പോഴും പോവാതൊക്കെ പ്ലാൻ ചെയ്യും. അവസാനം ആന്റി ഒറ്റയ്ക്ക് അങ്ങ് പോവും. ഞാനതൊന്നും അല്ല ആലോചിക്കുന്നു. ഈ ഓണത്തിന് മഴ കനക്കൂറാണ്. എടാ, ചിങ്ങം പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥയെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് ഇതുപോലെ നട്ട വെയിലായിരിക്കും, ചില സമയത്ത് ഇങ്ങനെ ചറപറാന്ന് മഴ ഇങ്ങനെ പെയ്യും. അല്ലേ അമ്മ ഞാൻ പറഞ്ഞത്? അതെ. വെയിൽ കൊള്ളാതെ വാ എന്നാ. നടക്ക. അല്ലയോ ഇവിടെ ഉണ്ട്. എവിടാ? അങ്ങ് അറ്റം പോയാ? നടക്കണേ. അളിയാ, പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും എന്നെ കറങ്ങാൻ പോകാൻ വിളിക്കുന്നുണ്ട് കേട്ടോ, ഓണമായിട്ട്. പൊന്നു മോനെ കേശുവേ, ഓണത്തിന് നീ വീട്ടിലില്ലെങ്കിൽ 2 കാലം ഞാൻ വിട്ടു പറഞ്ഞേക്കാം. ഞാൻ എന്താടാ ഇത്? ഈ വീട്ടില് ചെണ്ടേ വരുന്നേ പോകുന്ന എല്ലാം എന്നെ തല്ലാനായിട്ട്. നീയാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെ തല്ലണത് കേട്ടാടി. പശുവിന്റെ സൗണ്ട് കേട്ടപ്പോഴാണ് നല്ല വിശക്കണം. അല്ല, പശുവിന് വിശക്കുമ്പോഴാണല്ലോ പശു വരണേ. എന്താടാ ഇങ്ങനെ നോക്കണ? ഒരു മനുഷ്യനെ വിശക്കൂല്ലേ ഇത് ചേട്ടാ? ഈ വീട്ടിൽ നിന്ന് എനിക്ക് മാത്രമേ വിശക്കുള്ളൂ. എവളാണ് തന്നെ പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ പോണിങ്ങ. അല്ല പിന്നെ ഇപ്പൊ നമ്മള് വിശക്കണമെന്ന് പറഞ്ഞാലാണല്ലോ ഈ വീട്ടുകാർക്ക് പ്രശ്നം. നോക്കിയോ, ഞാൻ വീട്ടിൽ പോയി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടായി കഴിച്ചോളാം. കേശവൻ പറഞ്ഞ ശരിയാ, എനിക്കും വിശക്കുന്നുണ്ട്. തനിക്ക് പിന്നെ എപ്പോഴാ വിശപ്പില്ലാത്ത? அரு, நான் கிச்சன்ல எல்லாமே கட் பண்ணி வச்சிருக்கேன். போன உடனே இட்லி சாம்பாரும் ரெடி பண்ணி கொடுக்குறேன். ചിങ്ങൊന്നാണ്ടപ്പോ ഇതുവരെ ആയിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ വീട്ടില്? ആന്റി അല്ല പറഞ്ഞേ, ആന്റി രാവിലെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചെന്ന്. அது நான் கேசுவையும் பார்வையும் சமாதானப்படுத்துறதுக்கு சொன்னேன். രാവിലെ തന്നെ കേശവനെയും പാറുവിനെയും തേച്ചല്ലേ? லைட்டா. എന്തുവാ മോളില്? ഹലോ, എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു മക്കളെ. എനിക്ക് ആറന്മുള വള്ളസദ്യക്കൊന്നും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് ഞാനും അപ്പൂപ്പനും കൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ടെന്നേ. അന്ന് അവിടെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ അല്ലേ. സാരില്ല, നമുക്ക് അടുത്ത തവണ പിടിക്കാം. ആഘോഷങ്ങളൊക്കെ മൺമറഞ്ഞെങ്കിലുവേ ഇപ്പോഴും ആഘോഷങ്ങളൊക്കെ വരാൻ വേണ്ടി മനുഷ്യന്മാർ കാത്തിരിക്കുവാന്നേ.
ആ ഇവിടെ പണി തുടങ്ങിയുള്ളോ? അപ്പൊ ഇതുവരെയായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? എന്നെ അരിഞ്ഞു വെച്ച് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. அது நான் உன்னை சமாதானப்படுத்துறதுக்கு சும்மா சொன்னேன். എന്നാലേ ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അറിയിക്കണം. എന്തായാലും ഞങ്ങള് പിള്ളേരൊക്കെ കൂടെ പോയി അടുത്തുള്ള പൂവൊക്കെ പറിച്ച് ഒരു ചെറിയ പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു അത്തം. ഇത്തവണേ കർക്കിടകത്തിൽ അത്തം തുടങ്ങിയത്. ഇന്ന് ചിങ്ങ വന്ന്. കാലം പോയൊരു പോക്കേ. അമ്മൂമ്മേ, തിരുവോണം കഴിഞ്ഞിട്ട് നമുക്ക് കടലിട്ട് പോണ്ടേ? പിന്നെ പോവണ്ടേ? പണ്ടൊക്കെ ആഡംബരത്തോടെ ഓണം ആഘോഷിച്ച വീടാ അത്. അതുകൊണ്ട് വീടങ്ങനെ ഉറങ്ങിക്കിടക്കാനൊന്നും പാടില്ല. പണ്ട് ഓണം വരുമ്പോഴേ എല്ലാ ബന്ധുക്കളും പടവലത്തെ ആ വീട്ടിലാണ് ഒത്തുകൂടുന്നത്. പിന്നെ അകന്ന ചില ബന്ധുക്കൾ മാത്രം തിരുവോണത്തിൻ്റെ അന്ന് ഊണും കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേ വരത്തുള്ളൂ. പിന്നെ അവട്ടവും ചതയവും പൂരുരുട്ടാതെയും കഴിഞ്ഞ ചില ആൾക്കാരൊക്കെ പോകത്തുള്ളൂ. ആ കാലം എന്ന് പറയണത് അങ്ങനെയാണ് അമ്മൂമ്മ. ചിലപ്പം കുത്തി ഒലിച്ച് ഇങ്ങനെ അങ്ങ് പോകും. ചിലപ്പോ ശാന്തമായ പുഴ ഒഴുകുന്ന പോലെ ഒഴുകും. ചിലപ്പോഴോ വറ്റി വരണ്ട് ഇങ്ങനെ കിടക്കും. അത് തന്നെ മോനെ. കാലം പോയതൊന്നുമേ ഞാൻ അറിഞ്ഞില്ല. എനിക്കിട്ട് അറിയത്തുമില്ല. ഞാൻ ഈ നാട്ടുകാരിയല്ല. പാവം കേശു എന്തോ വലിയ തത്വചിന്ത പറഞ്ഞു വന്നാ ഇഷ്ടപ്പെട്ടെല്ലാം പൊളിഞ്ഞു പോയല്ലോടാ. ഇതിനെ ഞാൻ പറഞ്ഞത്. കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും. കാലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കുമായിരുന്നു. ഇപ്പം വരവരെ കേൾക്കണില്ല. ഇതും പൊളിഞ്ഞ്. കൂടുതൽ ഉരുണ്ട് വരണ്ട. അതേ തോളത്തൊക്കെ മണ്ണ് കിടക്കുന്നത് പൂത്ത് കളാ. അത് പണ്ടത്തെ സാധനമാണ് കേട്ടാ. പിന്നെ പോയി ഓണത്തിന്റെ കാര്യം പറ. ஓணத்துக்கு சദ്യക്ക് വേണ്ട സാധനം എല്ലാം വാങ്ങ വേണ്ടാമാ? അതിന് നീ സമയമില്ലേണ്ടി ആദ്യം ഓണൊന്നും ആവട്ടെ. അതെ, ഓണത്തിന് സദ്യ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ മേടിക്കേണ്ടത് ഉത്രാടത്തിനാണ്. അതാവുമ്പോ ഉത്രാടപ്പാച്ചിൽ ഇല്ലാതെ എന്തോണം. நான் இந்த வாட்டி ஓணத்துக்கு மதுரைக்கு போட்டா? അത് നടക്കൂലാട്ടോ. ആന്റി ഇവിടെ തന്നെ വേണം. ഓണം എന്തായാലും ഒരുമിച്ച് ആഘോഷിച്ചാൽ മതി അല്ലേ? അല്ല അപ്പൊ എങ്ങനെ ഓണക്കോടി എടുക്കണ്ടേ? ലച്ചേച്ചി ചേച്ചി എടുക്കണ്ട, അമ്മൂമ്മ എടുത്താൽ മതി. അമ്മൂമ്മ ഓണക്കോടി. ആ അമ്മൂമ്മ എന്നെ എല്ലാവർക്കും ഓണക്കോടി മേടിച്ചോ. അയ്യോ, അമ്മൂമ്മ ആർക്കൊക്കെ എടുത്ത് കൊടുക്കണം? എനിക്കെടുത്ത് തരണം, ആന്റിക്ക് എടുത്ത് കൊടുക്കണം, ശിവ, പാറു, കേശു, പിന്നെ കുഴിപ്പഴത്തെ അച്ഛൻ, കുഴിപ്പഴത്തെ അമ്മ, സിദ്ധു, കല്ലു. എങ്ങനെയൊക്കെ പോയാലും ബില്ലൊരു 10-25,000 രൂപയാവും അല്ലട കേശു? 25,000 രൂപ ഒതുങ്ങൂ ചേച്ചി? 25,000 നമുക്ക് ഒതുക്കാം. നോക്കി വെക്കാം. 25,000 രൂപയുടെ ഡ്രസ്സോ? പിന്നെ കാശ് കൊടുത്താലല്ലേ ഡ്രസ് എടുക്കുള്ളൂ. ശരിക്കും പറഞ്ഞ ഒരു 19 രൂപ ആവും. നമ്മൾ ഈ പറഞ്ഞ അങ്ങനെ ആയതുകൊണ്ടാണ് 25,000 ഒതുക്കണത്. അതെ, പിന്നെ ലോട്ട്സ് ഓഫ് മെമ്പേഴ്സ്. നിങ്ങൾ വന്നേ. ആ ബാ.